Assalamu alaikum. Welcome to today's EVS class. How are you, dears? Hope you all are fine and safe at your homes. Before entering into our today's class, let me remind you one thing. During this rainy season, don't be lazy to follow our religious worships and morning study. Okay. It's better to make a home timetable. It will help you a lot. Okay. Shall we start our today's class? Yes. What was our second lesson? Can you say its title? Yes, you are correct. Our lesson was Year to Year. Our lesson was finished, but we want to summarize it. I think this lesson was very easy for you. What all things that we were discussed in this lesson? Can you recall those things? Okay, let's try. Title of our lesson was Year to Year. At first, we were classified the given animals into two categories. That is, animals whose ears we can see and we cannot see. Examples for animals whose ears we can see as deer, tiger, pig, buffalo, elephant and cat. Okay. Then examples for animals whose ears we cannot see as ant, crow, lizard, sparrow. ദാറ്റ് ഈസ് നമ്മൾ ആദ്യം ചെയ്തത് ആനിമൽസിനെ രണ്ട് കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു തന്നിട്ടുള്ള ആനിമൽസിനെ. ഏതൊക്കെയായിരുന്നു കാറ്റഗറീസ്? ആനിമൽസ് ഹൂസ് ഇയേഴ്സ് വി ക്യാൻ സീ ആൻഡ് വി കനോട്ട് സീ. പുറത്തുനിന്ന് നോക്കുമ്പോൾ വിസിബിൾ ആയിട്ടുള്ള ഇയേഴ്സ് ഉള്ള ആനിമൽസും നമുക്ക് കാണാൻ പറ്റാത്ത ഇയേഴ്സ് ഉള്ള ആനിമൽസും, അങ്ങനെ രണ്ട് കാറ്റഗറീസ് ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തത്. നെക്സ്റ്റ് വി ക്ലാസിഫൈഡ് ദ ഗിവൺ ആനിമൽസ് ഇൻ ടു ears can be seen and has hair on skin. Has hair on skin. Examples for animals whose ears can be seen as fox, cat, elephant, pig, camel and cow. Then next, examples for animal has hair on skin. Fox, cat, elephant, pig, camel, cow, ബഫലോ. നെക്സ്റ്റ് നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത്? ഇയേഴ്സ് ക്യാൻ ബി സീനും ഹാസ് ഹെയർ ഓൺ സ്കിന്നും. ഇയേഴ്സ് ക്യാൻ ബി സീൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഗിവൺ ആനിമൽസിൽ ക്ലാസിഫൈ ചെയ്തതിൽ നമ്മൾ ഇയേഴ്സ് ക്യാൻ ബി സീൻ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി രണ്ട് കോളംസിലുള്ള ആനിമൽ നെയിംസും സെയിം ആണ് അല്ലേ. അപ്പോൾ ഇയേഴ്സ് ക്യാൻ ബി സീനും ഹാസ് ഹെയർ ഓൺ സ്കിന്നും സെയിം ആണ്. ദാറ്റ് മീൻസ് നമുക്ക് ഇയേഴ്സ് വിസിബിൾ ആയിട്ടുള്ള ആനിമൽസിനെല്ലാം അതിൻ്റെ സ്കിന്നിൽ ഹെയർ ഉണ്ട് അല്ലേ. അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കിയത്. ദെൻ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ആനിമൽസ് ഹൂസ് ഇയേഴ്സ് cannot be seen and has feathers on skin. Examples for animals whose ears cannot be seen as hen, crow, frog, pigeon,
duck, sparrow, lizard. Then examples for animals has feathers on skin as hen, crow, pigeon, duck, sparrow. അപ്പോൾ എന്തായിരുന്നു നമ്മുടെ ക്ലാസിഫിക്കേഷൻ? ഇയേഴ്സ് കനോട്ട് ബി സീൻ ആൻഡ് ഹാസ് ഫെദേഴ്സ് ഓൺ സ്കിൻ. അതായിരുന്നു. അപ്പോൾ ഈ രണ്ട് കോളംസിലുള്ള ആനിമൽസും ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു, എക്സെപ്റ്റ് 1 or 2. 1 or 2 ഒഴിച്ച് ബാക്കിയെല്ലാം സെയിം ആനിമൽസ് ആയിരുന്നു. ഇതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? ഫെദേഴ്സ് ഉള്ള എല്ലാ ആനിമൽസിൻ്റെയും ഇയേഴ്സ് നമുക്ക് കാണാൻ പറ്റില്ല, അല്ലേ? ഫെദേഴ്സ് ഉള്ള ആനിമൽസിൻ്റെ ഇയേഴ്സ് നമുക്ക് വിസിബിൾ അല്ല. ദെൻ പിന്നെ നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത്? നമുക്ക് ഈ തന്നിട്ടുള്ള ആനിമൽസ് തന്നെ യങ് വൺസിനെ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക? അത് ത്രൂ ബർത്ത് ആണോ അതോ ലേ എഗ്സ് ആണോ? അങ്ങനെ 2 ക്ലാസിഫിക്കേഷനും കൂടെ നമ്മൾ ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കിയത്? നമുക്ക് ഇയേഴ്സ് വിസിബിൾ ആയിട്ടുള്ള ആനിമൽസിന് ഹെയർ ഉണ്ടാവും അതിൻ്റെ സ്കിന്നിലെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ആനിമൽസാണ് യങ് വൺസിനെ ബർത്ത് എന്ന പ്രോസസ്സിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി, അല്ലേ? ദെൻ നമുക്ക് ഇയേഴ്സ് വിസിബിൾ ആവാത്ത ആനിമൽസിന് ഫെദേഴ്സ് ആയിരിക്കും ഉണ്ടാവുക എന്ന് നമ്മൾ പറഞ്ഞു. അതിന് ഹെയർ ഉണ്ടാവില്ല സ്കിന്നിൽ എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ആനിമൽസ് യങ് വൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലേ എഗ്സ് എന്നുള്ള പ്രോസസ്സിലൂടെയാണെന്നും നമ്മൾ മനസ്സിലാക്കി, അല്ലേ? സോ we can summarize these ideas in the form of some simple points. Look at the screen and read carefully. At first, ear is one of the sense organs. Second one, different animals have different types of ears. Then third one, the ears of some animals are clearly visible from outside. For example, human being, elephant, tiger, etc. Next point is, the ears of some animals are not clearly visible from outside, as they are very small, and in birds they are covered with feathers also. For example, frog, fish, lizard, sparrow, duck, crow, etc. Then next is, the animals whose ears are visible from outside have hair on their skin and give birth to their young ones. Then different patterns on animals are due to the hair on their skin. Then the animals whose ears are not visible from outside don't have hair on their skin and lay eggs. These are the main points that we were discussed in the lesson ear to ear. Hope you all were understood these things. Okay. So, what's next? Yes, next is test paper. It will be conducted in the next EVS class. So, all of you prepare for that. Let me wind up this session. Thank you.